സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡേവി ക്ലാനിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഡേവി ക്ലാനിനെ കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോക്സ് ഡി സെബക്കിൻ്റെ ശരിക്കുള്ള പേര് ഡേവി ഡി സെബക്ക് ആണെന്ന് സെബക്ക് തന്നെ റിവീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടി നമ്മുടെ വൺ പീസ് വേൾഡിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാനിൻ്റെ ഇൻട്രൊഡക്ഷനും കൂടെ കഴിഞ്ഞു. അതോടുകൂടി എല്ലാ ഫാൻസിനും ഇപ്പോൾ ഉള്ളൊരാഗ്രഹമാണ് നമ്മുടെ ഡേവി ക്ലാനിനെ കുറിച്ച് അറിയാൻ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അടിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ഡേവി ജോൺസിനെ കുറിച്ച് നമ്മുടെ സ്റ്റോറിയിൽ ഒരുപാട് തവണ പറയുന്നുണ്ട്. ഒരുപാട് തവണ എന്ന് വെച്ചാൽ 2-3 തവണ പറയുന്നുണ്ട്. അപ്പോഴൊന്നും നമ്മൾ അതിനെക്കുറിച്ച് വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത് നമ്മുടെ ഇമൂസാമയുടെ മുന്നിൽ പോയിട്ട് നമ്മുടെ റോക്സ് ഡി സെബക്ക് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഡേവി ജോൺസിനെ കുറിച്ച് കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ആയിക്കോട്ടെ, നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ജോയ് ബോയിനെ പോലെ തന്നെ നമ്മുടെ ഡേവി ജോൺസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫിഗർ ആയിരുന്നു നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ എന്ന്. നമുക്കറിയാം, ഈ ഡേവി ജോൺസിനെ കുറിച്ച് നമ്മുടെ നിക്കോ റോബിൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, ഈ ചോപ്പറിനോടാണ് പറയുന്നത്, ഈ ഡേവി ജോൺസ് എന്ന് പറയുന്ന ആളും ഒരു ഡെവിലിൻ്റെ കേസ് കാരണം നമ്മുടെ കടലിനടിയിലാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിക്കോ റോബിൻ പറയുന്നുണ്ട്, ഇപ്പോഴും നമ്മുടെ കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ഡേവി ജോൺസാണ് കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ അതിനർത്ഥം ഒരു പക്ഷേ നമ്മുടെ ഡേവി ജോൺസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നമുക്കത് കണ്ടറിയാം. പിന്നെ നമ്മുടെ ഡേവി ജോൺസിനെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ ജോയ് ബോയിനെ പോലെ തന്നെ വളരെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവാൻ നല്ല ചാൻസ് ഉണ്ട് ഡേവി ജോൺസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജോയ് ബോയുടെ വില്ലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലൂഫി. അതേപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബ്ലാക്ക് ബീഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബ്ലാക്ക് ബീഡ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ ഡേവി ജോൺസും വളരെ സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ ഡേവി ക്ലാൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്ലാൻ ആയിരിക്കാം. എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്കറിയാം എല്ലാവരും തൻ്റെ പേരിൻ്റെ കൂടെ ഡി എന്നുണ്ടെങ്കിൽ ആ ഡി ആണ് മറച്ച് വെക്കാറ്. പക്ഷേ നമ്മുടെ സെബക്ക് ആയിക്കോട്ടെ ഡി ഒന്നും മറച്ച് വെക്കുന്നില്ല. ഈ ഡേവി എന്ന് പറയുന്ന തൻ്റെ സർ നെയിമാണ് മറച്ച് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തൻ്റെ ക്ലാനിൻ്റെ നെയിം. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഈ ഡേവി എന്ന് പറയുന്ന ക്ലാനിന് നമ്മുടെ ഇമൂസാമ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇമൂസാമ ഈ ക്ലാനിനെ പറ്റി അറിയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇമൂസാമ നേരിട്ട് നമ്മുടെ റോക്സിനെ നശിപ്പിക്കാൻ വേണ്ടി പോകുമായിരിക്കും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മുടെ റോക്സ് നമ്മുടെ ഡേവി എന്ന് പറയുന്ന തൻ്റെ പേര് മാറ്റി ഡേവി ഡി ജോൺസ് എന്നാക്കാതെ റോക്സ് ഡി സെബക്ക് എന്ന് വെച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഇങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കറിയായിരുന്നു, നമ്മുടെ വോയിഡ് സെഞ്ചുറിയിൽ ഒരുപാട് പവർഫുൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാൽ അതിൽ നമ്മൾ സ്ട്രോങ്ങസ്റ്റ് എന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ ജോയ് ബോയ്, ഇമൂസാമ ഇങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ആണെന്നാണ്. എന്നാലിപ്പോൾ അതിനോടുകൂടി ഒരു പേരും കൂടെ നമുക്ക് ഏഡ് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ഡേവി ഡി ജോൺസ്. എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാരക്ടറും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റോ അല്ലെങ്കിൽ തേർഡ് സ്ട്രോങ്ങസ്റ്റോ ഈ ക്യാരക്ടർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഈ ക്ലാൻ മെമ്പേഴ്സ് ഈവിളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ റോക്സ് ഡി സെബക്ക് നമ്മൾ ആദ്യം വിചാരിച്ചത് വളരെ ഈവിളായിരുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ റോക്സ് അങ്ങനെയൊന്നുമല്ല. റോക്സ് വളരെ നല്ലതെന്ന് പറയാനും പറ്റില്ല, ഒരു ആൻറ്റി വില്ലൻ ക്യാരക്ടറായിരുന്നു നമ്മുടെ റോക്സ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ക്ലാൻ ഒരു ഈവിൾ ക്ലാൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡും മുഴുവനായിട്ടും ഒരു ഈവിളായിട്ടുള്ള ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വലിയ പ്ലാൻ ഉണ്ടായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ, റോക്സിൻ്റെ ഒരു ഗോളാണ് നമ്മുടെ ബ്ലാക്ക് ബീഡ് ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യമാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡ് എന്തോ ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു പക്ഷേ നമ്മുടെ ഫൈനൽ വാറിൽ നമുക്ക് ബ്ലാക്ക് ബീഡും അതുപോലെ തന്നെ ലൂഫിയും കൈ കോർക്കുന്നത് വരെ കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ നമ്പർ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എത്തിക്കുക. മറ്റൊരു സംഭവം കാണുന്നവരെ ബൈ.